ഗൈസ്, അവിക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് തോട്ടട എൻ്റെ മൂത്തൻ്റെ വീട്ടിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫുഡ് എല്ലാവർക്കും കൂടി ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. ഇത് പൊന്നൂട്ടനാണ്, മൂത്തൻ്റെ ഇളയ മോൻ. ഓൻ സ്വാമിയാണ്, ഓനും മാമനും സ്വാമിയാണ്. അപ്പോൾ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചത്. ഏട്ടനിത് ഇവിടെ കിളി പോയിരിക്കുന്നുണ്ട്. പിന്നെ അവിക്ത് ചെറിയ കുരുത്തക്കടലിൽ ഒപ്പിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല വെയിലായതുകൊണ്ട് തുണിയെല്ലാം പുറത്ത് ആറിയിട്ടിട്ടുണ്ട് ഗൈസ്. അമ്മമ്മയുണ്ട്, മൂത്തയുണ്ട്, ആൻറ്റി ഉണ്ട്, അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ആക്കാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ. ഫുഡാക്കാൻ തുടങ്ങിയാലോ? അവിക്ത് ഒരു പുളിനാരങ്ങ കണ്ടിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും മാറ്റേണ്ട പരിപാടിയാണ്. ആക്കേണ്ട സാധനങ്ങളെല്ലാം കിട്ടി, പക്ഷെ മെയിൻ സാധനം കിട്ടിയില്ല. ബിരിയാണി ചെമ്പ്. അപ്പോൾ ബിരിയാണി ചെമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിൽ വന്നു. അമ്മമ്മേൻ്റെ വീടും എൻ്റെ വീടും മൂത്തേൻ്റെ വീടെല്ലാം അടുത്തടുത്തായിട്ടാണ്. അങ്ങനെ ഇപ്പോൾ എന്താണ് നമ്മളെ ബ്ലാക്കിയും സ്റ്റെല്ലയും. എൻ്റെ കൈമേലുള്ളതാണ് ബ്ലാക്കി, മറ്റേത് സ്റ്റെല്ല. ബ്ലാക്കിന് നിങ്ങൾ കാണുമ്പം പൊമേറിയനാ തോന്നും, പക്ഷെ പൊമേറിയനല്ല, സ്റ്റെല്ല ലാബാണ്. പാത്രം എടുക്കാൻ വന്നു, അച്ചുകൊണ്ട് നമ്മൾ പാത്രം എടുത്തു. പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന പാത്രമാണ്. വിത്ത് ഭയങ്കര പോളിങ്ങിലാണ്, നാരങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്ന ഇതാണ് മൂത്തപ്പൻ. നമ്മൾ മൂത്തപ്പൻ എന്നെല്ലാം വിളിക്കൽ. പിന്നെ ഇതൊരാൾ ഭയങ്കര പത്രവായനയാണ്, എന്നാ സംഭവം എന്നറിയില്ല, ഇതിലോ വായിച്ച് മുഴുകിയിരിക്കുമെന്ന്. നേരത്തെ പട്ടാണിക്കടല കാണിച്ചിട്ടില്ല തോന്നുന്നു. സോയാബീൻ വറുത്ത് കോരി വെച്ചതാണ്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നേരത്തെ വേവിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിന്, അതെല്ലാം ഒന്നിച്ച് മിക്സ് ആക്കലായി. അപ്പോൾ ഞാനിങ്ങനെ മുറിക്കാനും തറിക്കാനേ നിന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെ അമ്മയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്നിച്ച് മിക്സാക്കി ഇനിയിപ്പോൾ പൊടികൾ ഇടുമെന്ന്. ഗരം മസാല, മൂത്തപ്പൻ നമ്മളെ മല്ലി ഇല ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച എന്താണ് കോളിഫ്ലവർ, ക്യാപ്സിക്കം, അപ്പോൾ നമ്മുടെ മസാല സൂപ്പറായിട്ടുണ്ട്. തിന്നാൻ തോന്നുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി നമ്മൾ ചോറിൻ്റെ പരിപാടിയിലേക്ക് നോക്കലായി. നമ്മൾ അരി ആദ്യം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിന്, അത് നമ്മൾ നെയ്യിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇനി അളന്ന വെള്ളം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ച് നമുക്ക് വെന്തിട്ട് ഇനി കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി എന്ന് തന്നെ പറയാം. ഓൾറെഡി താഴെ ഒരു ലെയർ റൈസ് ഇട്ട്, പിന്നെ മസാല ഇട്ട്, വീണ്ടും അമ്മ റൈസ് ഇടുവന്ന്. അത് കഴിഞ്ഞിട്ട് മൂത്തപ്പൻ എന്തോ ഒരു ഗരം മസാലയോ ചിക്കൻ മസാല എന്തോ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇട്ടു. പിന്നെയും അതിൻ്റെ മുകളിൽ ലെയറായിട്ട് മസാല ഇടുവന്ന്. നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് മസാല വരക്കുന്ന പോലെ തന്നെ.
അപ്പോൾ ഇനി ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. ഇങ്ങനെ ലെയറാക്കി ഇട്ടതിന് ശേഷമാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് സെറ്റായതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്ഷമയില്ലാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തലയാട്ടി നല്ല ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം ആക്കിയിട്ടുണ്ടായിരുന്നു, കച്ചമ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, ഫ്രൂട്ട്സിൻ്റെ മിക്സ്ഡ് അച്ചാറും. അങ്ങനെ ഇതാ കച്ചമ്പറും പപ്പടവും അച്ചാറും ചമ്മന്തി ഇടാൻ മറന്നു. അപ്പോൾ അതാ അങ്ങനെ കുഴച്ച്. പിന്നെ ഞാൻ പരന്നത് സോയാബീനാണ്, പക്ഷെ സോയാബീൻ അപ്പോൾ ഇടയ്ക്ക് ഒരു സോയാബീൻ കടന്നത് അങ്ങനെയായിട്ട് മിക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.